ക്രിയേറ്റീവ് ആൻഡ് അഡ്വർടൈസിംഗ് മേഖലയിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വരുത്തുന്ന മാറ്റങ്ങൾ, അതായത് അതിൻ്റെ മെറിറ്റും ഡിമെറിറ്റും ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരുമോ? ഈ ഒരു മാറ്റത്തെ നമ്മൾ എങ്ങനെ സമീപിക്കണം? It's a good question. Today, artificial intelligence has taken the world by storm. അത്രയും ഫാസ്റ്റായിട്ടാണ് അത് അക്രോസ് ദ വേൾഡ് അത് പോകുന്നത്. And obviously, the term AI has become very familiar even among the kids. നസ്രി ചോദിച്ച ചോദ്യം ഇതിൻ്റെ മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ് ആണ്. അതിൽ പറയാനുള്ളതെന്ന് വെച്ചാൽ ഓഫ് കോഴ്സ് ഇറ്റ്സ് ഗോയിങ് ടു റെവല്യൂഷനൈസ് ദ വേൾഡ്, എസ്പെഷ്യലി അഡ്വർടൈസിങ്, മീഡിയ, ക്രിയേറ്റിവിറ്റി ആൻഡ് you just name the sector. Everywhere is going to change. Advertising-ൽ when it comes to advertising അല്ലെങ്കിൽ മീഡിയയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ I would say it's part of that revolution അല്ലെങ്കിൽ ഇവോൾവിങ് റിലേറ്റഡായിട്ട് വരിക. കാരണം ഒരു ഡിജിറ്റൽ വേൾഡിലേക്ക് മാറിയപ്പോൾ ഏലിയോ ഒരു മാനുവൽ വേൾഡിൽ നിന്ന് ഒരു ഡിജിറ്റൽ വേൾഡിലേക്ക് കമ്പ്യൂട്ടേഴ്സ് വന്ന സമയത്ത് എങ്ങനെയാണോ ഒരു ആർട്ട് കൺവേർട്ടായത് അതിൻ്റെ നെക്സ്റ്റ് ലെവലിലേക്ക്, നെക്സ്റ്റ് ഫേസിലേക്കാണ് ഒന്ന് മാറുന്നത്. കാരണം അന്നത്തെ ആളുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കമ്പ്യൂട്ടറിലേക്ക് വരുമ്പോൾ യു വിൽ ലൂസ് ദ സോൾ ഓഫ് ആർട്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈവൻ നൗ ദ സെയിം തിങ്, ദ സെയിം. കാരണം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വരുമ്പോൾ ഈ ഫിലിം ഫീൽഡിൽ ഷൂട്ട് ചെയ്യാതെ തന്നെ ക്യാരക്ടേഴ്സിനെ കൊണ്ട് നമ്മൾ ചെയ്യുന്നു എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ സോൾ എവിടെ, അല്ലെങ്കിൽ അതിൻ്റെ ഒരു റിയാലിറ്റി എവിടെ എന്നുള്ള ഒരു ചോദ്യം എല്ലാവരും ചോദിക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ പരസ്യം ചെയ്യുന്നത് എന്താ? നമ്മളൊരു മേക്ക് ബിലീഫാണ്. ബിക്കോസ് നമ്മൾ ആളുകളെ വിശ്വസിപ്പിക്കുന്നു. കാരണം നമ്മൾ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്തതെന്നോ അല്ലാന്നുണ്ടെങ്കിൽ എത്രത്തോളം റിയൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഉപയോഗിച്ചതെന്നോ നമ്മൾ പറയുന്നത്. അതേപോലെ തന്നെയാണ് ഇതും ടു എ ഗ്രേറ്റ് എക്സ്റ്റെൻറ്റ്, അല്ലെങ്കിൽ ഒരു അഡ്വാൻസ് ലെവലിൽ നമ്മളത് ചെയ്യുകയാണ്. പക്ഷെ അങ്ങനെ ചെയ്യുമ്പോൾ ഇഫ് നോട്ട് ടേക്കൺ ദാറ്റ് ആസ് sensibly or wisely, then this AI might become detrimental and it might become mediocre as well. അതെല്ലാ കാലത്തും സംഭവിച്ചിട്ടുള്ള കാര്യം തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് ഒരു നമ്മളെത്രത്തോളം ഒതൻറ്റിക് ആയിട്ട്, അല്ലെങ്കിൽ എത്രത്തോളം യുണീക്കായിട്ട്, അല്ലെങ്കിൽ എത്രത്തോളം സിൻസിയറായിട്ട് ഇതിനെ അപ്രോച്ച് ചെയ്യുന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കും കാര്യങ്ങൾ. ഇപ്പോൾ ജെയിംസ് കാമറൂൺ, he took 12 years to direct Avatar. ഈ 12 years എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ he could have done it easily because he's got a subject, he's got a storyboard, but as a perfectionist അദ്ദേഹം അത്രയും വെയിറ്റ് ചെയ്ത് അതിന് വേണ്ടിയിട്ട് സോഫ്റ്റ്വെയർസും ടെക്നോളജിയും പുള്ളി പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ആൻഡ് 12 years is the long period, ലൈഫ് ടൈം. അത്രയും ഡെഡിക്കേഷനോട് കൂടിയിട്ട് അത്രയും പെർഫെക്റ്റ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന ആളുകൾക്ക് ഈ പറയുന്ന ഈ ടൂൾസ്, AI ടൂൾസ് എല്ലാം ഒരു അഡ്വാൻറ്റേജാണ്. അതുതന്നെയാണ് ഇതിൽ കൊടുക്കാവുന്ന ഒരു മെസ്സേജ്. സോ വാട്ട് എവർ യു ഡു ഇറ്റ് വിത്ത് 100% ഡെഡിക്കേഷൻ, സിൻസിയറിറ്റി ആൻഡ് പേഷ്യൻസ്. അപ്പം അങ്ങനെ വരുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു മാനുവലിൽ നിന്ന് ഒരു കമ്പ്യൂട്ടർ യുഗത്തിലേക്ക് മാറുമ്പോൾ കുറേ കാര്യങ്ങൾ ഈസി ആയിരുന്നു. ഇപ്പോൾ കമ്പ്യൂട്ടർ യുഗത്തിൽ നിന്ന് AI മാറുമ്പോൾ അത് കുറച്ചും കൂടെ ഈസി ആവും. മാത്രമല്ല ടൈം കൺസ്യൂമിങ് വളരെ കുറയും. ഇപ്പോൾ ഇപ്പോൾ നേരത്തെ ഫിലിംസ് എല്ലാം സ്പെഷ്യൽ എഫക്ട്സ് ഷൂട്ട് ചെയ്യുന്നു, അത് ആ ഒരു ഡിസൈർഡ് ആയിട്ടുള്ള ഒരു വിഷൻ നമ്മൾ എടുക്കുന്നു. അത് ഒരു മോഷൻ ഗ്രാഫിക്സും അല്ലെങ്കിൽ VFXും ഒക്കെ വെച്ചിട്ട് നമ്മളതിനെ മോൾഡ് ചെയ്തിട്ട് കൊണ്ടുവന്ന് എടുക്കുന്ന സമയം അതൊക്കെ വളരെ ചുരുങ്ങി പിന്നെ AI പെട്ടെന്ന് മാറുമ്പോൾ നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത് അതിലേക്ക് എത്തിക്കാനുള്ള ഓരോരോ മൈന്യൂട്ടായിട്ടുള്ള വളരെ മെറ്റിക്കുലസ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിൽ കൊണ്ടുവന്ന് അതിനെ പ്രോംപ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ ഒരു ടോട്ടാലിറ്റി നമ്മൾ ആദ്യം വിഷ്വലൈസ് ചെയ്തിട്ട് ചെയ്യുമ്പോൾ ഇറ്റ്സ് ഗുഡ്. അപ്പം അങ്ങനെ വരുമ്പോൾ AI ടൂൾ നമ്മൾ അഡാപ്റ്റ് ചെയ്യുമ്പോൾ ആണ് വേണ്ടത്. അതുമാത്രമല്ല അതിൽ ഇപ്പോൾ നിങ്ങൾ ചോദിച്ചതിൻ്റെ രണ്ടാമത്തെ ഒരു സൈഡുണ്ട്. എന്നുവെച്ചാൽ ഇത് എത്രത്തോളം അലാമിംഗ് ആണ് എന്നുള്ളത്. അതായത് ഒരു പുതിയ അല്ലെങ്കിൽ ഫീൽഡിലുള്ള ആൾക്കാർക്ക്, അല്ലാന്നുണ്ടെങ്കിൽ പുതിയ ഒരു ബഡിങ് ജനറേഷൻ എത്രത്തോളം അലാമിംഗ് ആണ്. ഒട്ടും അലാമിംഗ് അല്ല. ദിസ് ഇസ് നെക്സ്റ്റ് ജനറേഷൻ. അപ്പം അങ്ങനെ കണ്ടാൽ മതി.
ഇപ്പോൾ ലാസ്റ്റ് വീക്ക് ഇപ്പോൾ ഇന്ത്യയിൽ ഡൽഹിയിൽ ഇന്ത്യ ഹോസ്റ്റ് ഒരു വേൾഡ് സമ്മിറ്റ് ഓൺ എ ഐ ഇമ്പാക്ട് സമ്മിറ്റ് എന്ന് പറഞ്ഞിട്ട് there were around 160 countries participated. അതിൽ തന്നെ ലോക നേതാക്കൾ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്രത്തോളം ഇന്ത്യ ഇതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നു, ഇന്ത്യ അത്രത്തോളം ഇതിൽ ഇൻട്രസ്റ്റഡ് ആണെന്നുള്ളതും ഒരു വളരെ വ്യക്തമാണ്. ഇറ്റ്സ് കാൾഡ് ഇന്നോവേഷൻ. ഇന്നോവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് സൗണ്ട്സ് ലൈക്ക് ഇന്നോവേഷൻ, ബട്ട് ഇന്നോവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നോവേഷൻ ബേസ്ഡ് ഓൺ ഇന്ത്യ ഓർ ഇന്നോവേഷൻ ഫോർ ഇന്ത്യ. കാരണം ഇന്ത്യയിൽ അത്രയും റിസോഴ്സസ് ഉണ്ട്, അത്രയും എന്താ പറയുക ഫെർട്ടൈൽ മൈൻഡ്സ് ഉണ്ട്. അതിൽ ഇന്ത്യയെ വെച്ചുകൊണ്ട് എന്തൊക്കെ കാര്യങ്ങൾ പ്ലാൻ ചെയ്യാമെന്ന രീതിയിലേക്ക് വേൾഡ് മാറുകയാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ടാറ്റ ഇന്നോവേറ്റ് ചെയ്ത ഏറ്റവും ചീപ്പസ്റ്റ് കാർ ഇൻ ദ വേൾഡ് നാനോ എന്ന് പറഞ്ഞു. ഇതേ ടാറ്റ തന്നെ ലാൻഡ് റോവറും അതുപോലെ വെറുതെ ആയിരുന്നു ഒന്ന് ഇത് ചെയ്യണേ, ഒന്ന് സ്റ്റോപ്പ് ചെയ്യണേ. ടാറ്റ വേറെ ലാൻഡ് റോവറും ഇതേ ടാറ്റ തന്നെയാണ് ജാഗ്വറും ലാൻഡ് റോവറും ഓൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ദാറ്റ് ഇസ് ദ പവർ ഓഫ് ഇന്ത്യ. അപ്പോൾ ഇന്ത്യയും എ ഐയും തമ്മിൽ നമ്മൾ കണക്ട് ചെയ്യുമ്പോൾ ലോട്ട് ഓഫ് ഓപ്പർച്യൂണിറ്റീസ് if we target on the right point, if we beat at the right point. അപ്പോൾ അതുകൊണ്ട് it opens to a vista of opportunities for us, and it is inevitable also. Without AI ഇനി വരുന്ന എല്ലാ കാര്യങ്ങൾക്കും AI നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റാത്ത ഒരു ടെക്നോളജിയാണ്, ഒരു സബ്ജക്റ്റായി മാറിയിട്ടുണ്ട്.